നമസ്കാരം. ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ 1 അറിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിപ്പം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഡെയിലി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ പ്രോബ്ലം വരും, അതുകൊണ്ട് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുവരെ ഏറെ ഒരു 8-9 ഷോർട്സ് പിന്നെ ഒരു 30ഓളം വീഡിയോസ് ചെയ്തു. സ്റ്റഡി അബ്രോഡിൻ്റെ വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 10 പ്രോസസ്സ് അടങ്ങുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡി അബ്രോഡിൻ്റെ 10 പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരാൻ പോകുന്നുണ്ട്. ഞാനൊരു ഷോർട്സിൽ പറയുന്നുണ്ട്, സെപ്റ്റംബർ 27 എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. അത് വ്യൂവേഴ്സിന് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം പലപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ വീഡിയോയിൽ സ്റ്റഡി അബ്രോഡ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സെപ്റ്റംബർ 29 എയർ ചെയ്യാൻ പോകുന്ന, ഞാനിതെല്ലാം ഓൾറെഡി ഷെഡ്യൂൾഡാണ്, ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 29 അറിയാൻ പോകുന്ന വീഡിയോ നിലവിലുള്ള ജോലികളിൽ AI ബാധിക്കുമോ, AIയുടെ കടന്നുകയറ്റം ബാധിക്കുമോ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അത് കുറച്ച് AIയിൽ ഇമ്പോർട്ടൻ്റ് റോൾസും അതിൻ്റെ ശമ്പളവും പറയുന്നുണ്ട്. അത് കുറച്ച് റിസർച്ച് ചെയ്ത വീഡിയോ ആണ്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ സ്റ്റഡി അബ്രോഡ് ഇൻ USA ആൻഡ് ജർമ്മനി അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ 5 ഇമ്പോർട്ടൻറ്റ് കൺട്രീസ് ഫോർ പേഴ്സ്യൂയിങ് ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ മറ്റൊരു കാര്യം, ജർമ്മനിയിലെ ഗ്രാറ്റിസ് വിസയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട്, അത് ഓൾറെഡി പബ്ലിക്കായ വീഡിയോ ആണ്. നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു 18 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 29 എയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം അതിൽ നിലവിലുള്ള ജോലികളിൽ ഏതൊക്കെയാണ് കൂടുതൽ വെയിറ്റേജ്, ആ ജോലികൾ യാതൊരു കാരണവശാലും AIയുടെ കടന്നുകയറ്റം ഉണ്ടായാലും അത് നഷ്ടപ്പെടുകയില്ല. അതുമാത്രമല്ല, AIയിൽ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ്, അതിൻ്റെ റെസ്പെക്റ്റീവ് ശമ്പളം എന്നിവയെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ഓസ്ട്രിയയിൽ പോയി പഠിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓറ കരിയർ ഗൈഡൻസ് എഡ്യൂമൈൽ സ്റ്റോൺസിൻ്റെ ചാനൽ പാർട്ട്ണറാണ്. എഡ്യൂമൈൽ സ്റ്റോൺസാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ബാക്ക് എൻഡ് സപ്പോർട്ടുകളും ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഈ ഓസ്ട്രിയ സ്റ്റഡി അബ്രോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന എഡ്യൂമൈൽ സ്റ്റോൺസും കുറച്ച് യൂട്യൂബിൽ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ ഞാൻ എഡ്യൂമൈൽ സ്റ്റോൺസ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഡ്യൂമൈൽ സ്റ്റോൺസ് വളരെ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവാണ്, നമ്പർ കിട്ടും. പക്ഷെ അവർ B2C ചെയ്യുന്നില്ല, അവർ B2B മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങളെപ്പോലെയുള്ള ചാനൽ പാർട്ട്നേഴ്സ് വഴിയാണ് അവർ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഞങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈല് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ, യൂണിവേഴ്സിറ്റി പ്രോസസ്സ്, യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ പ്രോസസ്സ്, വിസ പ്രോസസ്സ്, ഷോർട്ട് ലിസ്റ്റിംഗ്, SOP,
LOR അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഒരു സ്റ്റഡി അബ്രോഡിന് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടോ അതെല്ലാം ഓറോ കരിയർ ഗൈഡൻസിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യുന്നത് എഡ്യൂമൈൽസ്റ്റോൺസ് ആണ്. പിന്നെ അതേപോലെ അക്കോമഡേഷൻ എഡ്യൂമൈൽസ്റ്റോൺസ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു 22ഓളം കൺട്രീസിൽ അവർക്ക് ടൈപ്സ് ഉണ്ട്. 1500 യൂണിവേഴ്സിറ്റീസായിട്ട് ടൈപ്പ് ഉണ്ട്. ഇന്ത്യയിൽ 1000ഓളം യൂണിവേഴ്സിറ്റീസായിട്ട് ടൈപ്പ് ഉണ്ട്. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പ്രോഗ്രാംസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കരിയർ ഗൈഡൻസ് ഒരു പ്രിലിമിനറി പ്രൊഫൈലിംഗ് ചെയ്തിട്ട്, അതായത് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, കുട്ടിയുടെ +2 ഗ്രാജുവേഷൻ മാർക്സൊക്കെ നോക്കിയിട്ട്, മാസ്റ്റേഴ്സിനാണ് പോകുമെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ +2 ആൻഡ് ഗ്രാജുവേഷൻ മാർക്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിട്ട് ആ ഫയൽ വി ഗീവ് ടു എഡ്യൂമൈൽസ്. അവരും ഒരു പ്രൊഫൈലിംഗ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഫൈലിങ്ങിൽ ഒരു 75 to 85%, 75, 80, 85% ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റീസ് ഹാൻഡ് പിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓറോ കരിയർ ഗൈഡൻസ് നല്ല സപ്പോർട്ടുണ്ട്, വ്യൂസ് ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് 50-ന് അടുത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ലൈവായിട്ട് വ്യൂവേഴ്സായിട്ട് വരണമെന്നുണ്ട്. ഒരു ഫിക്സഡ് ടൈം നമുക്ക് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് 7 മണി 6:30 നമുക്ക് ലൈവ് ചാറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യൂവേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ലൈക്സും സബ്സ്ക്രിപ്ഷൻസും ഹൈപ്സും കമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 8-9 ഷോർട്സ് ചെയ്തിട്ടുണ്ട്, 10-30 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഓസ്ട്രിയ എന്ന് പറയുന്ന സ്റ്റഡി അബ്രോഡ് എടുക്കാൻ കാരണം, ഞാൻ യൂട്യൂബ് ഒന്ന് സർഫ് ചെയ്ത് നോക്കിയപ്പോൾ ധാരാളം പേര് അതിൽ ചോദിച്ചിട്ടുണ്ട് ഓസ്ട്രിയയിൽ എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷൻ, BSc നഴ്സിംഗ് കഴിഞ്ഞാൽ അവിടെ BSc നഴ്സിങ്ങിന് അവിടെ പഠിക്കാൻ പറ്റുമോ, അവിടെ ജോലി കിട്ടുമോ. പിന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ചോദ്യം, ഇപ്പം സ്പൗസിന് മാസ്റ്റേഴ്സോ റിസർച്ചോ ചെയ്യുകയാണെങ്കിൽ ജോലിയുടെ ജോബ് എംപ്ലോയബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അറ്റസ്റ്റേഷൻ എങ്ങനെയാണ് എന്നീ ചോദ്യങ്ങളാണ് കോമണായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഗൂഗിളിലും വിക്കിയൊക്കെ നോക്കിയപ്പോൾ കോമൺ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൺട്രി ഓസ്ട്രിയയാണ്, ചീപ്പാണ്. അപ്പോൾ പലർക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റഡി അബ്രോഡ് തന്നെയാണ്. അത് ഓസ്ട്രിയയിൽ പോയി പഠിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രിയ വളരെ നല്ല കൺട്രിയാണ്. ഒരു മെഡീവൽ ഹിസ്റ്ററിയുള്ള യൂറോപ്യൻ നേഷനാണ്. അവിടെ നമ്മുടെ ഫേമസ് മ്യൂസീഷ്യൻ മൊസാർട്ടിൻ്റെ ജന്മസ്ഥലമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. ആൽപ്സ് മൗണ്ടെയിൻ നിരകളാൽ ചുറ്റപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഓസ്ട്രിയ. ജർമ്മനി എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് സ്റ്റഡി അബ്രോഡിന് വേണ്ടി ചെയ്യുന്നത്, അത് തന്നെയാണ് ഓസ്ട്രിയയും ചെയ്യുന്നത്. ജർമ്മനി ആൻഡ് ഓസ്ട്രിയ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അറ്റസ്റ്റേഷൻ ജർമ്മൻ എംബസിയുടെ ഭാഗമായ APS തന്നെയാണ് ചെയ്യുന്നത്. അക്കാഡമിക് പ്രിസ്റ്റിൽ, എങ്ങനെ സ്പെല്ല് ചെയ്യാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. അവരാണ് ഈ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ മാർക്ക് ഷീറ്റ്സും മറ്റുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ അവർക്ക് കൊടുക്കും. ആൻഡ് വി നീഡ് ടു ഗെറ്റ് APS സർട്ടിഫിക്കറ്റ്. അക്കാഡമിക് പ്രിസ്റ്റിൽ എന്നാണ് എന്ന് തോന്നുന്നു സ്പെല്ല് ചെയ്യുന്നത്. APS എന്നാണ് സാധാരണ പറയുന്നത് ജർമ്മൻ ഭാഷയിൽ. അക്കാഡമിക് പ്രിസ്റ്റിൽ അതാണ്. അപ്പോൾ ഓസ്ട്രിയയിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ 13 years ഓഫ് സ്റ്റഡി വേണം എന്നാണ്, നിർബന്ധമാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു +2 വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ 12 years ആണ്.
അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും റീജിയനിൽ നിന്ന് നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതവിടെ അപ്രൂവ് ചെയ്ത ഫൗണ്ടേഷൻ കോഴ്സാണോ 1 ഇയർ അപ്രൂവ് ചെയ്ത കോഴ്സാണോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം. കാരണം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ ഡ്രോബാക്ക് അതാണ്. അവർ 13 ഇയേഴ്സേ അവർ സമ്മതിക്കുള്ളൂ. പിന്നെ ഓസ്ട്രേലിയയിലും 20 hours വർക്ക് ചെയ്യാം. നമുക്ക് ഇപ്പം ഒരു മക്ഡൊണാൾഡ്സിലൊക്കെ ഫോർ എക്സാമ്പിൾ ജോലി കിട്ടുകയാണെങ്കിൽ മക്ഡൊണാൾഡ്സ് എന്ന കമ്പനി AMS വഴിയാണ് നമുക്ക് വർക്ക് പെർമിറ്റ് എടുത്ത് തരുന്നത്. പക്ഷേ ഓസ്ട്രേലിയ ജനറലി അവിടെ മാനേജ്മെൻറ്റും മെക്കാനിക്കൽ എൻജിനീയറിങ്ങുമാണ് കൂടുതൽ സ്കോപ്പുള്ളത്. BSc നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു വെച്ചാലും അവിടെ BSc നേഴ്സിങ്ങിനുള്ള പ്രോബ്ലം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ജർമ്മനാണ്. അപ്പോൾ A1 A2 ലെവൽ പോരാ, B1 B2 തന്നെ വേണം. ഓസ്ട്രേലിയ ഒരു മെയിൻ പ്രോബ്ലം അതാണ്. നമുക്ക് ജോലി കിട്ടും, പക്ഷേ ജോലി കിട്ടിയാലും അവിടെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷയിൽ അത്യാവശ്യം നല്ല നോളജ് വേണം. B1 B2 തന്നെ വേണം. എന്നാലേ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മക്ഡൊണാൾഡ്സിൽ പാർട്ട് ടൈം ജോലി കിട്ടിയാൽ പോലും നമ്മൾ ലോക്കൽസായിട്ട് സംസാരിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ മാത്രമേ അവർ കൈകാര്യം ചെയ്യുള്ളൂ. അവർ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരല്ല. അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സിറ്റികളിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും പക്ഷേ BSc നേഴ്സിങ്ങിന് ജർമ്മനാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ജർമ്മൻ B1 B2 ലെവൽ പഠിച്ചിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഓസ്ട്രിയ പോയി പഠിക്കണമെങ്കിൽ ഇപ്പോൾ BSc നേഴ്സിംഗാണ് അവിടെ പോയി പഠിക്കാൻ അതാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ B1 B2 ജർമ്മൻ പ്രൊഫഷൻസി വേണം. അപ്പോൾ B1 B2 ലെവലെങ്കിലും ജർമ്മൻ ഭാഷ ഇവിടുന്ന് പഠിച്ചു പോയാലേ അവിടെ നടക്കുള്ളൂ. മെയിനായിട്ട് ലോക്കൽസ് സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ്. അതുകൊണ്ട് നല്ല ഫ്ലുവൻ്റായിട്ട് ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പല വീഡിയോസിലും ഞാൻ കണ്ടു അവിടെ ജോലി കിട്ടുമോ. ജോലി കിട്ടാനല്ല ബുദ്ധിമുട്ട്, പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടും. പക്ഷേ പാർട്ട് ടൈം ജോലി കിട്ടിയാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷയിൽ നല്ല പ്രൊഫഷൻസി വേണം ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഗ്രേഡ് പോയിൻ്റ് ആവറേജാണ് ഫോളോ ചെയ്യുന്നത്, GPA ആണ്. അപ്പോൾ ജർമ്മനിയിൽ GPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കൺട്രീസ് ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും അവരെല്ലാം ഫോളോ ചെയ്യുന്നത് 4 to 1 ആണ്. GPA ഹൈ എന്ന് പറയുന്നത് 4ഉം ഏറ്റവും ലോ എന്ന് പറയുന്നത് 1 ആണ്. ജർമ്മനിയിൽ മാത്രം GPA 1 to 4 ആണ്. അതായത് ഏറ്റവും വലുത് 1ഉം ഏറ്റവും കുറവ് 4ഉമാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ള കൺട്രീസ് ഫോളോ ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻറ്റ് കോളേജ് എന്ന് പറയുന്നതാണ് അവിടെ ഉള്ള ഫൗണ്ടേഷൻ കോഴ്സ്. ചില ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന കാൻഡിഡേറ്റ്സിന് ഈ 1 year ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇവിടെ ഇന്ത്യയിൽ 12 years ആണ്, അവിടെ മാൻഡേറ്ററി 13 years ആണ്. അപ്പോൾ ഈ 1 year ചില കാൻഡിഡേറ്റ്സ് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ 1 year ഏതെങ്കിലും കോഴ്സ് ചെയ്താലും അവിടുത്തെ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യണം. അവരുടെ ഫൗണ്ടേഷൻ കോഴ്സായ സ്റ്റുഡൻറ്റ് കോളേജ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ടെക്നിക്കൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പറ്റുള്ളൂ. ഇപ്പോൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നന്നായിട്ട് പഠിക്കാനുണ്ടാവും. നല്ല അക്കാഡമിക്കലി നല്ല സ്റ്റുഡിയസ് ആവണം. അവിടെ പോയാലും നന്നായി പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഒരുപാട് അസൈൻമെൻറ്റ്സും ഉണ്ടാവും. പഠിത്തം പ്ലസ് അസൈൻമെൻറ്റ്സും ഉണ്ടാവും. കാര്യം ശരിയാണ്, ഒരു 15 to 16 lakhs മതി. പിന്നെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനൊക്കെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പറാണ്. പക്ഷെ പഠിക്കാനുണ്ട്, അങ്ങനെ ഉഴപ്പാനൊന്നും പറ്റില്ല. അസൈൻമെൻറ്റ്സ് ഉണ്ട്. പിന്നെ മാത്രമല്ല അവിടെ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജാണ്.
ജർമ്മനിയിൽ GPA ആണെങ്കിൽ ഇവിടെ CGPA ആണ്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് മിനിമം ഒരു 7.58 ഒക്കെ വേണം. അപ്പോൾ അത് അക്കാഡമിക്കലി നല്ല മിടുക്കന്മാർക്ക്, നന്നായിട്ട് നല്ല സ്റ്റുഡിയോസ് ഉള്ള ആൾക്കാർക്ക് മോർ ദാൻ 8 ഒക്കെ ഈ CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഓസ്ട്രിയയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. അവിടെ ജനറലി അങ്ങനെ പോയി കണ്ടിട്ടില്ല. അവിടെ മെയിനായിട്ട് മാനേജ്മെൻറ്റും പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കൺട്രിയാണ്, വെൽ നോണാണ് എൻജിനീയറിങ് സൈഡ്. അപ്പോൾ അവിടെ അധികം മാസ്റ്റേഴ്സിനും റിസർച്ചിനൊക്കെയാണ് അധികം സ്കോപ്പ് കണ്ടിരിക്കുന്നത്. പിന്നെ 2 ഇയേഴ്സാണ് വർക്ക് പെർമിറ്റ് ആദ്യം ഇഷ്യൂ ചെയ്യുക. അവിടെ നല്ല ജോലി കിട്ടാനും ജോലി ഇപ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടാനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ജർമ്മൻ ഭാഷയിൽ നല്ല പാണ്ഡിത്യം വേണം, അത്യാവശ്യം നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് ജർമ്മൻ ഭാഷ സംസാരിക്കാൻ പറ്റണം. അതൊക്കെയാണ് ഓസ്ട്രിയയുടെ ഒരു നെഗറ്റീവ്സ് എന്ന് പറയും. കൺട്രിയുടെ നെഗറ്റീവ്സ് അല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ അത്ര എളുപ്പമല്ല മറ്റുള്ള കൺട്രീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ. അക്കാഡമിക്കലി നന്നായിട്ട് പെർഫോം ചെയ്യണം അവിടെ പോയാലും. പിന്നെ ഈ CGPA പ്രോസസ്സ് ഉണ്ടല്ലോ, ക്യുമുലേറ്റീവ് ഗ്രേഡ് മറ്റേ പോയിൻ്റ് ആവറേജ്, അപ്പോൾ അത് കുറച്ച് സ്ട്രിക്റ്റാണ്. പിന്നെ വിസ പ്രോസസ്സിങ് ജനറലി ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഓസ്ട്രിയയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എന്നാലും കുട്ടികൾ പോകുന്നുണ്ട്, കാരണം അത് കുറച്ചുകൂടി ചീപ്പായതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഓറ കരിയർ ഗൈഡൻസ് എല്ലാവർക്കും, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്കൊരു ലൈവ് സെഷൻ വരണമെന്നുണ്ട്. വൈകിട്ട് മതി, ഒരു 7:30 8 ആകുമ്പോൾ നമുക്കൊന്ന് ലൈവിൽ വന്നിട്ട് കുറച്ചുകൂടി ഒന്ന് ഇൻട്രാക്റ്റീവ് സെഷൻ ഓറ കരിയർ ഗൈഡൻസിനെ കുറിച്ച് കുറച്ചുകൂടി നമുക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ അത് സൗകര്യം പോലെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓറ കരിയർ ഗൈഡൻസ് എന്ന ഈ ചെറിയ ചാനൽ, ഈ ചെറിയ മനുഷ്യൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. താങ്ക് യു. ഇത്രയേ ഉള്ളൂ.